ഓം സായിറാം. എല്ലാവർക്കും സായി കൃപവാണിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ ബാബയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ബാബയുടെ ഒരു സ്റ്റാച്യുയോ അല്ലെങ്കിൽ ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രെയിം ചെയ്ത ഫോട്ടോ തന്നെ ആകണമെന്നില്ല. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കുന്നതുമായ എല്ലാത്തിനും ജീവനുണ്ട്. ഇന്നും ബാബ അതിലൂടെ ജീവിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും മിക്ക വീഡിയോസിലും ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. കാരണം അത് ബാബ തന്നെ ബാബയുടെ മഹാസമാധിക്ക് മുമ്പ് തെളിയിച്ച ഒരു കാര്യം കൂടിയാണ്. അതെങ്ങനെയാണെന്നുള്ളൊരു സംഭവം ഞാൻ പറയാം. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ലൻഡി ബാഗും അവിടുത്തെ പ്രത്യേകതകളും ബാബ ദിവസവും 2 തവണ ലൻഡി ബാഗിലേക്ക് പോകുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലൻഡി ബാഗ് എന്ന് പറയുന്നത് ഷിരഡിയിലെ ബാബ തന്നെ നട്ട് നനച്ച് വളർത്തിയ ഒരു പൂന്തോട്ടമാണ്. അപ്പോൾ അവിടെ ബാബ എന്നും രാവിലെയും വൈകുന്നേരവും സ്ഥിരമായിട്ട് മഹാസമാധി വരയ്ക്കും ബാബ തുടർന്നുകൊണ്ട് പോയ ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ലൻഡി ബാഗിനകത്ത് ആർക്കും പ്രവേശനമില്ലായിരുന്നു ബാബ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ബാബ ഇങ്ങനെ പോകുന്ന സമയത്തും തിരികെ വരുന്ന സമയത്തും ഒരുപാട് ഭക്തന്മാർ ബാബയുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാകും ബാബ പോകുന്നത്. കാരണം ബാബയെ എവിടെയെങ്കിലും വെച്ച് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദർശനമായിട്ടാണ് അന്ന് ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തന്മാരും കരുതിയിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ദ്വാരകാമയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആ മസ്ജിദിൽ ഒരുപാട് ഭക്തന്മാരായിരുന്നു. അപ്പോൾ അവിടെയും ബാബയ്ക്ക് എല്ലായിടത്തും ഓരോ ഭക്തർക്കും ബാബ ഓരോരോ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വിളിക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ബാബയെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ബാബയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ദ്വാരകാമയ്ക്ക് ഉള്ളിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷിരഡിയിൽ നിന്നും നമുക്ക് തിരികെ വരണമെങ്കിൽ ബാബയുടെ അനുവാദം കൂടിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഷിരഡിയിൽ അന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം ബാബയുടെ ആഗ്രഹപ്രകാരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ദ്വാരകാമയിൽ പോയി ബാബയുടെ അടുത്ത് പോയിരുന്ന് ബാബയുടെ അടുത്തിരുന്നുള്ള ദർശനം എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബാബ ഇങ്ങനെ ലൻഡി ബാഗിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് വഴിയിൽ ബാബയെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു ബാബയുടെ ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം ബാബ ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കൂടെ ഒരുപാട് ഭക്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഗോപാൽ ദിനകർ ജോഷി എന്ന് പറയുന്ന ഒരു ബാബ ഭക്തൻ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വഴിയിൽ കാത്തു നിൽക്കുകയാണ് ബാബയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാബ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോയി ബാബയുടെ കാലിൽ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്തതിന് ശേഷം ബാബയോട് പറയുകയാണ്, ബാബ, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെനിക്ക് ബാബയോട് പറയണം, ബാബ അതിന് എനിക്ക് സമ്മതവും തരണം എന്ന് പറയുകയാണ്. ബാബ സർവാന്തരയാമിയാണ്. അതുകൊണ്ട് എന്താണോ ഗോപാൽ ദിനകർ ജോഷി മനസ്സിൽ ഉദ്ദേശിച്ചത് അത് ബാബയ്ക്ക് അറിയാം. എന്നാലും ബാബ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ഗോപാൽ ദിനകർ ജോഷി പറയുകയാണ്, ബാബ, എനിക്ക് എൻ്റെ കയ്യിലൊരു ക്യാമറയുണ്ട്, എനിക്കതുകൊണ്ട് ബാബയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമാണ്. അപ്പോൾ ബാബ സമ്മതിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ബാബയുടെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറയുന്ന സമയത്ത് ബാബ ആദ്യം ഒന്ന് ചിരിച്ചു. ശേഷം ബാബ പറയുന്നുണ്ട്, ബാബ എപ്പോഴും പറയുന്ന വാക്കാണ് അല്ലാ മാലിക് എന്ന് പറയാറുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഫോട്ടോയുടെ ആവശ്യം ഇല്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് നീ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് ഗോപാൽ ദിനകർ ജോഷി പറയുകയാണ്, ഇല്ല ബാബ, അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ ഈ ക്യാമറ കൊണ്ട് ബാബയുടെ ഒരു ഫോട്ടോ എടുക്കണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ബാബ അതെനിക്ക് വേണ്ടി ഈ ഒരു ഭക്തൻ്റെ ഒരു ആവശ്യമായി കണക്കാക്കി, ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കി ദയവ് ചെയ്ത് അതിനൊന്ന് സമ്മതിക്കണം എന്ന് പറയുന്ന സമയത്ത് കുറേ ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബാബ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഒരു ഫോട്ടോയുടെ ആവശ്യമില്ല, നീ വേണമെങ്കിൽ എൻ്റെ ഭക്തന്മാരെ ഫോട്ടോ എടുത്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാബ വരുന്ന സമയത്ത് ബാബ മുന്നിൽ നിന്ന് നടക്കുന്ന സമയത്ത് ബാക്കിൽ ചുറ്റും ഇങ്ങനെ ബാബയുടെ ഭക്തന്മാരാണ്. അപ്പോൾ ബാബ എന്താണ് പറയുന്നത്, എനിക്ക് ഫോട്ടോയുടെ ആവശ്യമില്ല, അതുകൊണ്ട് എന്നെ നീ എടുക്കേണ്ട, നീ എൻ്റെ ചുറ്റിലുമുള്ള ഭക്തന്മാരെ എടുത്തുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോപാൽ ദിനകർ ജോഷിക്ക് മനസ്സിലുണ്ടായിരുന്നത്, ബാബയുടെ പുറകിലാണല്ലോ ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ ഉണ്ടാകുന്നത്, അപ്പോൾ എന്തായാലും അവരെ എടുക്കുന്ന സമയത്ത് ബാബയുടെ ഫോട്ടോയും എനിക്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, ശരി ബാബ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന ശ്യാമ, ബാബയുടെ അടുത്ത ഭക്തനായ ശ്യാമ ബാബയോട് പറയുകയാണ്, ബാബ, നമ്മുടെ ദിനകർ ജോഷി ബാബയുടെ ഫോട്ടോയാണല്ലോ എടുക്കുന്നത്, ബാബ അതിന് സമ്മതം കൊടുത്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ബാബ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഫോട്ടോയുടെ ആവശ്യമില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇവിടെ കൂടി നിന്ന ഭക്തന്മാരുടെ ഫോട്ടോയാണ് എടുക്കുന്നത്. അപ്പോൾ ശ്യാമ വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ ബാബ, നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണ് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഭക്തന്മാരുടെ ഫോട്ടോ മാത്രമായി അതിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാബ വീണ്ടും ചിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് ബാബ നേരെ ദ്വാരകാമയിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ജോഷിക്ക് വളരെ സന്തോഷമായി, കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ബാബയുടെ ഫോട്ടോയും എനിക്ക് എടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ പോകുന്നു. ആ ഒരു ഫോട്ടോ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ചുറ്റിലും
ഉള്ള ഡിവോട്ടീസ് ആ ഭക്തന്മാരെല്ലാവരും അതുപോലെ തന്നെയുണ്ട്. ബാബ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ ഉള്ള ഫോട്ടോ മാത്രം ബ്ലഡ് ആണ് എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു 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 രൂപം അവിടെ ഉണ്ടെങ്കിലും ബാബയുടെ ഫേസോ ബോഡിയോ ഒന്നും അത്ര വ്യക്തമല്ല, അത്രയ്ക്ക് ബ്ലറായിട്ടാണ് ആ ഫോട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. കാരണം ബാബ പറഞ്ഞത് എന്താണ്, നീ എനിക്ക് ഫോട്ടോയുടെ ആവശ്യമില്ല, എൻ്റെ ചുറ്റിലുമുള്ള ഭക്തന്മാരെ നീ എടുത്തുള്ളൂ എന്ന് പറഞ്ഞത് മാത്രമേ അതിൽ പതിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ആ ഫോട്ടോയിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ന് നമ്മുടെ കയ്യിൽ ബാബയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, ബാബയുടെ ഒരു സ്റ്റാച്യു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബാബയുടെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും. കാരണം ബാബയുടെ മുന്നിൽ നിന്നും ഫോട്ടോ എടുത്ത ഒരു വ്യക്തിക്ക് ബാബയുടെ അനുവാദമില്ലാതെ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ബാബയുടെ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിന്ന് നമ്മളോടൊപ്പം ബാബയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു സൂക്ഷിക്കാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് ആ ഒരു അനുവാദം ലഭിച്ചത് കൊണ്ടാണ് ഇന്നും അത് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അതൊരു മൊബൈലിലായിക്കോട്ടെ, മൊബൈൽ ഫോട്ടോ ആയിക്കോട്ടെ, ഒരു സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ, ചെറിയ ഫോട്ടോയുടെ വലുപ്പത്തിലൊന്നുമില്ല, ഏത് രൂപത്തിലായാലും ബാബ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബാബ നമുക്ക് നൽകിയ ഒരു അനുവാദമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. ബാബയാണ് കൂടെ ഉള്ളത്. ബാബയുടെ ഒരു ഫോട്ടോയോ ബാബയുടെ ഒരു സ്റ്റാച്യു ഒന്നുമല്ല, ബാബയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ബാബയോടുള്ള ഭക്തി വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും. അപ്പോഴാണ് ബാബ പറയുന്ന ശ്രദ്ധ സബൂരി എന്ന് പറയുന്ന കാര്യം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പം ആ ഫോട്ടോ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ആ ഫോട്ടോ കേട്ടോ. ആ ഫോട്ടോയാണ് ഞാനിത് എഡിറ്റഡ് വെർഷനാണ്. ഈ ഫോട്ടോയാണ് ദിനകർ ജോഷി എടുക്കാൻ ശ്രമിച്ചതും ശേഷം അത് എഡിറ്റഡ് ചെയ്ത വെർഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും. കാരണം ഒറിജിനൽ ഫോട്ടോയിൽ ബാബയുടെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇന്നും ഇല്ല. ഇത് എഡിറ്റഡ് വെർഷനിലാണ് അവർ ഇപ്പോൾ ഒരു ഊഹം വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഡിവോട്ടീസ് എല്ലാം കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നത് ഒരു വലിയൊരു ബാബ ഡിവോട്ടിയായ ഒരു അമ്മയാണ്. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാബയെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതും നമ്മൾ ബാബയെക്കുറിച്ച് ആത്മാർത്ഥമായി അറിയണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ബാബ നമ്മുടെ മുമ്പിൽ അതിനായിട്ടുള്ള ധാരാളം സോഴ്സസ് നമുക്ക് തരും എന്നുള്ളതാണ്. അത് റിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, എന്തായാലും ബാബയെക്കുറിച്ച് നമ്മൾ എന്താണോ അറിയണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ബാബയുടെ അനുവാദമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള സോഴ്സസും ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സോഴ്സസിലൂടെ ഒരമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. അതറിയാൻ സാധിച്ചതിലും എനിക്ക് വളരെയേറെ പുണ്യം എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്കും പറഞ്ഞു തരാൻ സാധിച്ചതിലും അതിനെനിക്ക് ബാബ നൽകിയ അനുവാദത്തിനും ഞാൻ ബാബയോട് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ്. ഒപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാക്കട്ടെ. ഓം സായിറാം.